ഹലോ, ഇനി നമുക്കൊരു വെറൈറ്റി ചിക്കൻ മൂണാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക, 2 ടീസ്പൂൺ പഞ്ചസാര ഇടുക, പിന്നെ അതിലേക്ക് 3 കപ്പ് മൈദ ഇടുക. നിങ്ങൾ എത്രയാണോ വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദ ഇടുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ കുഴച്ചെടുക്കുക. മാവ് ഈ ഒരു പരുവത്തിലായാൽ ഫ്ലെയിം ഓഫാക്കുക. പിന്നെ നിങ്ങൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരു ബൗളിലിട്ടിട്ട് ഒരു നന്ന തുണീനെ കൊണ്ട് അടച്ചു വെക്കുക. പിന്നെ ഒരു പാൻ ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിലേക്ക് ഒരു ഉള്ളി, പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് 200 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, പിന്നെ കോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കോൺ ഇടുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇടുക. മൈദയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ്സിന് നല്ല ക്രീമി മിക്സ്ചർ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ മൂണാക്കുന്നുണ്ട്, നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് മൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ മാവ് അത്ര സോഫ്റ്റാണ്. പിന്നെ എല്ലാം മൂൺ ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് മുട്ടയിലേക്കും ബ്രെഡ് ക്രംസിലേക്കും ഡിപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു കൈനെ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, ഒരു കൈനെ കൊണ്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാം ഡിപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതേപോലെ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഇതേപോലെ ബ്രൗൺ കളർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യുന്നതാണ്.